ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമുക്ക് ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന കൊക്കവട നല്ല ടേസ്റ്റ് അല്ലേ? ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നിങ്ങൾക്ക് അറിയോ? ഞങ്ങൾ കടയിൽ ഇത് ഉണ്ടാക്കലുണ്ട്. അപ്പം ഞങ്ങൾ കടയിൽ കൊക്കവട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. അതിക്ക് വേണ്ടത് 3 സവാള, കുറച്ച് ഇഞ്ചി, കുറച്ച് പച്ചമുളക്. ആദ്യം തന്നെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതൊരു ഇലക്ട്രിക് ചോപ്പറാണ്. ഇതിലിട്ട് കണ്ട് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നാൽ നല്ല വൃത്തിയായിട്ട് കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ സവാള കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇവിടെ ഇഞ്ചി റെഡിയായി വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ പച്ചമുളക് ഇട്ടുകൊടുത്ത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് 3 ഇവിടെ റെഡിയായി. ഇനി നമുക്ക് ഇതൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടിയും വെക്കണം. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് 1/2 കിലോ മൈദ ഇട്ട് കൊടുക്കുക. 1/2 കിലോ മൈദയ്ക്ക് 250 ഗ്രാം കടലപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. കുറച്ച് അപ്പസോഡ ഇട്ട് കൊടുക്കുക. ഇനി കായപ്പൊടിയാണ്, അത് കുറച്ച് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ചിക്കൻ മസാല 1 സ്പൂണോളം ഇട്ട് കൊടുക്കണം. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാട് ഒഴിച്ച് പോകരുത് കേട്ടോ. ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ആകെ കൊളാവും. കുറച്ചീച്ച വെള്ളം ഒഴിച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വലിയുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തങ്ങാണ്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം കുറച്ച് സമയം കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. ഇനി എണ്ണ ചൂടാക്കിയിട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊരു ബോളായിട്ട് വരും. ഇനി നമുക്കിത് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പില ഇതിൻ്റെ മുകളിൽ ഒന്ന് വിതറി കൊടുക്കുക. ഇപ്പം നമ്മൾ കൊക്കവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്കാവട എന്നും പറയും, കൊക്കവട എന്നും പറയും കേട്ടോ. നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത്ര പണിയുള്ളൂ, കൊക്കവട റെഡിയായി. അപ്പോൾ ഇതേപോലെ കൊക്കവട ശരിയാവാത്തവർ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കോണ്ടിട്ടോ.